ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ പഴവും ബ്രെഡും ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാവും ഇത്. ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യൂ. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ജസ്റ്റ് ഒന്ന് വറുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പാണ്. പിന്നെ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ പുഴുങ്ങിയ ശേഷമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലോട്ട് പഞ്ചസാരയാണ് വേണ്ടത്. അതൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡും ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജെല്ലാം കളഞ്ഞിട്ടുണ്ട്. ആ എഡ്ജെല്ലാം കളഞ്ഞതും ഒരു 2 ബ്രെഡും കൂടെ എക്സ്ട്രാ സ്ലൈസ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ടിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് യൂസ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സാധാരണ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു ബൗളിലോട്ട് പഴമെല്ലാം കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഉടച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പഴം കുക്കായിട്ടുണ്ടാവണം. എന്നാലേ ഉള്ളൂ നമുക്ക് നല്ല പോലെ ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും കടലയും കൂടെ ഒരു ഹാഫ് വരെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതായത് കടിക്കാവുന്ന രൂപത്തിൽ, പൗഡർ ആക്കരുത്. ഒന്ന് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര യൂസ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര ഇതൊരു കുട്ടികൾക്ക് ഇത് മധുരം കുറവായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂടുതൽ ഇതിലും കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിൽ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എക്സ്ട്രാ പിസ്തയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ചേർക്കാവുന്നതാണ്. അതൊക്കെ മോർ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഇത് ഓരോന്ന് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് മാറ്റണം. ഞാൻ ഹെൽത്തി ആണെന്ന് പറയാൻ കാരണം നട്ട്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഴമാണ്. അപ്പോൾ ഒക്കെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ നല്ല പോലെ ബോൾസ് കുഞ്ഞു കുഞ്ഞതാക്കിയിട്ടാണ് നമുക്ക് എടുക്കാനുള്ളത്. ആ ബ്രെഡിനനുസരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കുക. കുറച്ച് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ആ പാലിൽ നമുക്ക് ബ്രെഡ് ജസ്റ്റ് ഒന്ന് മുക്കിയോട് കൂടിയിട്ട് പെട്ടെന്ന് എടുക്കണം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പരത്തി വെച്ചിട്ട് ഒന്ന് അതിലൊന്ന് പിഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ മുക്കിയ പാലെല്ലാം താഴേക്ക് ചാടും. ഇത് നല്ല പോലെ കുതിരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ ബോൾസ് ഇതിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് കുതിർന്നിട്ട് എല്ലാം നല്ല പോലെ എല്ലായിടത്തേക്കും, ഇനിയിപ്പോൾ നമ്മൾ പൊതിയുമ്പോൾ കുറച്ച് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിലൊക്കെ അടച്ചു കൊടുക്കാനായിട്ട് അതുമ്പോൾ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ നല്ല പോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമ്മൾ വൃത്തിയിൽ ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ബ്രെഡായിരിക്കണം. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോവും. ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് ആ ബോൾസ് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വെക്കണം. ഇതുപോലെ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൽ പൊതിയാതെ തന്നെ ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്താലും മതി. അതും ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ബ്രെഡിൽ ഇടുമ്പോൾ നമ്മൾ ആ ബ്രെഡ് പാലിലൊക്കെ കുതിരുമ്പോഴുള്ള ഒരു ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ബെറ്റർ. അപ്പോൾ ഞാനിവിടെ എല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് എണ്ണ യൂസ് ചെയ്യുക. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് ഇതുപോലെ മുക്കി പൊരിക്കുന്ന ഐറ്റംസാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുക.
എണ്ണ വീണ്ടും റീയൂസ് ചെയ്യരുത്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും അധികവും പറയാറുള്ള ഒരു കാര്യമാണിത്. നമ്മൾ മാക്സിമം കുറച്ച് യൂസ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഓരോന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി 4 വീതമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാത്തവർ ഇങ്ങനെ പൊരിക്കുമ്പോൾ അടിയിൽ പിടിക്കുന്നൊന്നും വിചാരിക്കരുത്. ഒരു കുഴപ്പമില്ല, നല്ല ബെറ്ററായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് മൊരിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്